നമസ്കാരം. പിലാക്കാവിൽ കാണാതായ സ്ത്രീ വനത്തിൽ കയറിയതായി സ്ഥിരീകരണം. ശക്തമായ മഴ മൂലം ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ ഒരു പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. മാനന്തവാടി പിലാക്കാവിൽ നിന്നും വയോധികയെ കാണാതായ സംഭവം. തിരച്ചിൽ ഊർജിതമാക്കി പോലീസും വനം വകുപ്പും. സമീപത്തെ വനത്തിൽ സ്ഥാപിച്ച 2 ക്യാമറകളിലും കാണാതായ ലീലയുടെ ചിത്രങ്ങൾ. ലീലയ്ക്കായി തിരച്ചിൽ നടത്തുന്നത് ഡ്രോൺ ക്യാമറ ഉൾപ്പെടെ ഉപയോഗിച്ച്. ജില്ലയിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. വയനാട്ടിൽ നിന്ന് യെല്ലോ അലേർട്ട്. വരുന്ന ഏതാനും ദിവസങ്ങൾ കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ബത്തേരി നഗരത്തിൽ പുലിയിറങ്ങിയ സംഭവം. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് വനം വകുപ്പ്. ക്യാമറകൾ സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം കോഴികളെ പിടികൂടിയ കോട്ടക്കുന്നിൽ. പുലി കഴിഞ്ഞ ദിവസം രാത്രിയിലും പ്രദേശത്തെത്തിയിരുന്നതായും കൂട് വെച്ച് പിടികൂടണമെന്നും നാട്ടുകാർ. വള്ളുവാടിയിൽ മുട്ടിക്കൊമ്പൻ വീണ്ടും കൃഷി നശിപ്പിച്ചു. മേപ്പാടിയിലെയും പരിസരങ്ങളിലെയും കാട്ടാന ശല്യം. കാട്ടാനകളെ തുരത്താൻ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജീവനക്കാരെ നിയോഗിച്ച് സ്പെഷ്യൽ ഡ്രൈവ് നടത്താൻ തീരുമാനം. വൈദ്യുതി ഫെൻസിംഗ്, തെരുവ് വിളക്കുകൾ എന്നിവ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കും. തീരുമാനം നോർത്ത് വയനാട് DFOയുമായി നടത്തിയ ചർച്ചയിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. മാനന്തവാടി പിലാക്കാവ് മണിയൻകുന്നിൽ കാണാതായ വയോധികയ്ക്കായി തിരച്ചിൽ ഊർജിതം. വനം വകുപ്പ് RRT സംഘവും പോലീസ് ഡോഗ് സ്ക്വാഡും നാട്ടുകാരുടെ സഹായത്തോടെയാണ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. 5 കിലോമീറ്റർ പരിധിയിൽ തിരച്ചിൽ നടത്താവുന്ന ഡ്രോൺ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ എത്തിച്ചുകൊണ്ടാണ് തിരച്ചിൽ നടത്തുന്നത്. അതിനിടെ ശക്തമായ മഴ മൂലം ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. പിലാക്കാവ് മണിയൻകുന്ന് ഊന്നുകല്ലിങ്കൽ UK കുമാരന്റെ ഭാര്യ ലീലയെയാണ് 12-ാം തീയതി വൈകിട്ട് 4 മണിയോടെ വീട്ടിൽ നിന്നും കാണാതായത്. 77 വയസ്സുണ്ട് ലീലയ്ക്ക്. 200 മീറ്ററോളം അകലെയുള്ള കൃഷിയിടത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് ലീല വീട്ടിൽ നിന്നിറങ്ങിയത്. തിരികെ എത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ മാനന്തവാടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. സമീപ പ്രദേശത്തെ വീടുകളിലും മറ്റും ലീലയ്ക്കായി ബന്ധുക്കളും നാട്ടുകാരും കഴിഞ്ഞ ദിവസം തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇവർക്ക് ഓർമ്മക്കുറവുമുണ്ട്. വീടിനോട് ചേർന്ന പ്രദേശത്ത് വനമായതിനാൽ അങ്ങോട്ട് പോയതാകാമെന്ന നിഗമനത്തിൽ വനംവകുപ്പുമായി ബന്ധപ്പെട്ടിരുന്നു. ഇഞ്ചി നടുന്ന സ്ഥലത്തേക്ക് കയറിപ്പോയത്, അവിടുന്ന് അങ്ങോട്ട് വഴിതെറ്റി മാറിപ്പോയതാന്ന് തോന്നുന്നു. 77 വയസ്സുണ്ട്. ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഓർമ്മക്കുറവ്, ഒരു ചെറിയ ഓർമ്മക്കുറവുണ്ട്. അതിനകത്ത് മിസ്സായി പോയതാണെന്നാണ് തോന്നുന്നത്. ഇന്നലെ തണ്ടർബോൾട്ട്, പോലീസ്, ഫോറസ്റ്റ്, പിന്നെ ഇവിടുത്തെ നാട്ടുകാർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും സജീവമായിട്ട് പരതി. പക്ഷെ ഇന്നലെ വൈകുന്നേരം വരെ ഒന്നും കിട്ടിയിട്ടില്ല. വന്യമൃഗങ്ങളെ നിരീക്ഷിക്കുന്നതിനായി വനംവകുപ്പ് സ്ഥാപിച്ച 2 ക്യാമറകളിൽ ഇവർ വനത്തിലേക്ക് കയറി പോകുന്ന നിലയിൽ ചിത്രം പതിഞ്ഞിട്ടുണ്ട്. ഇതേ തുടർന്ന് നോർത്ത് വയനാട് DFO KJ മാർട്ടിൻ ലോവലിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയാണ്. എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നലെ വനവകുപ്പിന്റെയും പോലീസിന്റെയും എല്ലാ നല്ല നാട്ടുകാരുടെയും ഒക്കെ നല്ല സഹായത്തോടു കൂടി ഇന്നലെ രാവിലെ 7 മണിക്ക് തുടങ്ങിയ തെരച്ചിൽ വൈകുന്നേരം 7 മണി വരെ ഉണ്ടായിരുന്നു. ഇതവിടെ പൂർത്തീകരിച്ചു. ഇന്നും പോലീസും ഫോറസ്റ്റും തണ്ടർബോൾട്ടും എല്ലാം നല്ല സജീവമായിട്ടാണ് ഇടപെട്ട് നാട്ടുകാരൊക്കെ ഇടപെട്ട് നീങ്ങുന്നുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണത്തോട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നാട്ടുകാരുടെ സഹായത്തോടെയാണ് വനത്തിൽ തിരച്ചിൽ നടത്തുന്നത്. മാനന്തവാടി പോലീസിന്റെയും പോലീസ് ഡോഗ് സ്ക്വാഡിന്റെയും സഹായവും ഉണ്ട്. ഇന്ന് രാവിലെ ഡ്രോൺ ക്യാമറ എത്തിച്ച് വീണ്ടും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമല്ലാതിരുന്നതിനാൽ ഇന്നലെ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് ഏറെ നേരം തിരച്ചിൽ നടത്താനായില്ല. ഇന്നലെ വൈകിട്ട് വനത്തിലും സമീപത്തെ തേയിലത്തോട്ടങ്ങളിലും തിരച്ചിൽ നടത്തിയിരുന്നു. സമീപത്ത് കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ ഇന്നലെ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. മലനാട് ന്യൂസ്, മാനന്തവാടി.
ജില്ലയിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് വയനാട് ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കാലവർഷത്തിന് മുന്നോടിയായുള്ള മഴയാണ് കണക്കാക്കുന്നത്. വരുന്ന ഏതാനും ദിവസങ്ങൾ കൂടി മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ മാസം അവസാനത്തോടെ തന്നെ കേരളത്തിൽ കാലവർഷം എത്തിയേക്കുമെന്നാണ് പ്രവചനം. മഴ മുന്നറിയിപ്പിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ലഭിച്ചത്. കഴിഞ്ഞ ദിവസം പുലി കോഴികളെ ആക്രമിച്ചു കൊന്ന ബത്തേരി ടൗണിലെ വീട്ടുപരിസരത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് വനം വകുപ്പ്. കോട്ടക്കുന്ന് പുതുശ്ശേരിയിൽ പോൾ മാത്യൂസിന്റെ വീട്ടുപരിസരത്താണ് 2 നിരീക്ഷണ ക്യാമറകൾ വനം വകുപ്പ് സ്ഥാപിച്ചത്. പുലി കഴിഞ്ഞ രാത്രിയിലും പ്രദേശത്ത് എത്തിയിരുന്നുവെന്നും കൂടുവെച്ച് പുലിയെ പിടികൂടണമെന്നും ആവശ്യം. കഴിഞ്ഞ ദിവസം പുലിയെത്തി 7 കോഴികളെ കൊന്ന കോട്ടക്കുന്ന് പുതുശ്ശേരി പോൾ മാത്യൂസിന്റെ വീട്ടുപരിസരത്താണ് വനം വകുപ്പ് 2 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. പുലി വീണ്ടും കോഴിക്കോടിന്റെ പരിസരത്തെത്താൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിലായിരുന്നു നടപടി. എന്നാൽ ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല. അതേസമയം കഴിഞ്ഞ ദിവസം പുലി കൊന്നിട്ട കോഴിയെ കഴിഞ്ഞ രാത്രിയിൽ പുലിയെത്തി കൃഷിയിടത്തിൽ നിന്നും കൊണ്ടുപോയതായും ഇവിടെ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്നും വീട്ടുടമ പോൾ മാത്യൂസ് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇന്നലെ രാത്രി വനം വകുപ്പ് ഇവിടെ വന്നിട്ട് 2 ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഈ കൂടിന്റെ പരിസരത്തേക്ക് പുലി വന്നിട്ടില്ലെങ്കിൽ കൂടി മുകളിൽ ഒരു കോഴിയെ കൊന്നിട്ടത് ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ പുലി ഇന്നലെ രാത്രി വന്നിട്ടുണ്ട്. പകല് വനംവകുപ്പിലൂടെ കോമ്പിംഗ് ഓപ്പറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. നമുക്കിവിടെ ആവശ്യം ക്യാമറയല്ല, ശരിക്കും കൂടാണ്. പുലി ഈ ചത്ത കോഴിയെ കൂടി കൊണ്ടുപോയ സ്ഥിതിക്ക് ഒരു 1-2 ദിവസത്തിനകം പുലി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കൂട് വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ പുലിയെ പിടിക്കാവുന്നതാണ്. അതാണ് വേണ്ടത്. കഴിഞ്ഞ ഒരു മാസക്കാലമായി ബത്തേരി ടൗണിനോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രമായ ഫയർലാൻഡിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. ഇതിനു പുറമെയാണ് കഴിഞ്ഞ ദിവസം ബത്തേരി ടൗണിൽ തന്നെയുള്ള വീട്ടിലെത്തി പുലി കോഴികളെ കൊന്നത്. ഇതോടെ നാട്ടുകാരും ഭയപ്പാടിലാണ്. മലനാട് ന്യൂസ്, ബത്തേരി. വള്ളുവാടിയിൽ വീണ്ടും മുട്ടിക്കൊമ്പന്റെ വിളയാട്ടം. പ്രദേശവാസിയായ കുളത്തൂർ കുന്ന് കീരൻകുഴി മാത്യുവിന്റെ കൃഷിയിടത്തിലിറങ്ങിയ മുട്ടിക്കൊമ്പൻ വ്യാപക കൃഷിനാശമാണ് വരുത്തിയത്. ആനയെ പിടികൂടി പ്രദേശത്ത് നിന്ന് നീക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. കുറച്ചു കാലങ്ങളായി വള്ളുവാടി, കരിപ്പൂർ, വടക്കനാട് പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുകയാണ് മുട്ടിക്കൊമ്പൻ. കൃഷിനാശത്തിന് പുറമെ മനുഷ്യജീവനും ഈ ആന ഭീഷണി സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആനയെ തുരത്താനും കർഷകർ ഭയപ്പെടുകയാണ്. 2 ആഴ്ച മുമ്പ് പ്രദേശവാസിയായ ബെന്നിയുടെ വീടിന് നേരെയും മുട്ടിക്കൊമ്പൻ്റെ ആക്രമണമുണ്ടായി. അത്ഭുതകരമായാണ് ബെന്നി ഈ സമയം രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വള്ളുവാടി കുളത്തൂർക്കുന്ന് കീരംകുഴി മാത്യുവിൻ്റെ കൃഷിയിടത്തിലിറങ്ങിയ മുട്ടിക്കൊമ്പൻ വ്യാപക കൃഷിനാശമാണ് വരുത്തിയത്. ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഓടിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ തിരിച്ച് ഓടിക്കുന്ന ഒരവസ്ഥയാണ്. നമുക്ക് പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. എൻ്റെ ഇത്രയും തെങ്ങ് കളഞ്ഞു, 3 തെങ്ങോളം കളഞ്ഞു. അതുപോലെ തന്നെ 10-12ഓളം അടയ്ക്കാമരം കളഞ്ഞു, 10-75 വാഴയും കളഞ്ഞു. നമുക്ക് എങ്ങനെ നമ്മൾ ജീവിക്കുന്ന അറിയാൻ പാടാത്ത അവസ്ഥ. ഇതെങ്ങനെയെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ഇതെങ്ങനെയെങ്കിലും പിടിച്ച് ഇതൊന്ന് അവർ കൊണ്ടുപോകുകയായിരുന്നെങ്കിൽ നമുക്കത് ജീവിക്കാമായിരുന്നു. കായ്ഫലമുള്ളതടക്കം 3 തെങ്ങുകൾ, 12 കവുങ്ങുകൾ, 75ഓളം വാഴകൾ എന്നിവ മുട്ടിക്കൊമ്പൻ നശിപ്പിച്ചു. കൂടാതെ കൃഷിയിടത്തിൽ നനയ്ക്കാനായി സ്ഥാപിച്ചിരുന്ന പൈപ്പ് ലൈനുകളും കാട്ടാന തകർത്തു. വീടിന് സമീപം വരെ എത്തിയായിരുന്നു കൃഷിനാശം. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്ന് ആനയെ തുരത്തുകയായിരുന്നു. നിരന്തരമായി ഭീഷണി സൃഷ്ടിക്കുന്ന മുട്ടിക്കൊമ്പനെ പിടികൂടി പ്രദേശത്ത് നിന്നും നീക്കണമെന്നാണ് കർഷകർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. മേപ്പാടിയിൽ കാട്ടാന പ്രതിരോധത്തിന് അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ച് നോർത്ത് വയനാട് DFO അജിത് കെ രാമൻ. മേപ്പാടി, നെല്ലിമുണ്ട, ചുളുക്ക, കടൂർ, എളമ്പിലേരി പ്രദേശങ്ങളിൽ ഭീതി പരത്തുന്ന കാട്ടാനകളെ തുരത്താൻ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജീവനക്കാരെ നിയോഗിച്ച് സ്പെഷ്യൽ ഡ്രൈവ് നടത്തും. വൈദ്യുതി ഫെൻസിംഗും തെരുവ് വിളക്കുകളും സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും ത്വരിതപ്പെടുത്തുമെന്നും അദ്ദേഹം നാട്ടുകാർക്ക് ഉറപ്പു നൽകി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രദേശത്ത് കാട്ടാനകളുടെ വിളയാട്ടമാണ്. ആനയെ പേടിച്ച് വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ വന്നതോടെയാണ് നാട്ടുകാർ കഴിഞ്ഞ ദിവസം മേപ്പാടി റേഞ്ച് ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ DFOയുമായി ചർച്ച നടത്താമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. തുടർന്നാണ് നെല്ലിമുണ്ട ജുമാ മസ്ജിദ് പരിസരത്ത് വെച്ച DFO അജിത് കെ രാമൻ അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ചത്. ചെമ്പ്ര മുതൽ ഡിവിഷനിലെ വിവിധ സെക്ഷനുകളിൽ നിന്നുള്ള ജീവനക്കാരെ കൂടി വിന്യസിപ്പിച്ച് ഇപ്പോൾ നാട്ടിലിറങ്ങിയിട്ടുള്ള ശല്യക്കാരായ കാട്ടാനകളെ തുരത്താൻ വരും ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്നും തെരുവിളക്ക് സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കാമെന്നും ഉറപ്പ് നൽകി. നിങ്ങളൊന്ന് ആലോചിച്ച് ഇതിന് ശേഷം ഒന്ന് റേഞ്ച് ഓഫീസറായിട്ടും ഡെപ്യൂട്ടി ആയിട്ടും ഒന്ന് ആലോചിച്ച് സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്ന ഭാഗങ്ങൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് തരികയാണെങ്കിൽ അവിടെ നമുക്ക് ഈ പറയുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റുകളിൽ തന്നെ നമുക്ക് തെരുവിളക്ക് വെക്കാൻ പറ്റും. അതായത് ഈ പറയുന്ന സൗരോർജ്ജ വിളക്ക് വെക്കാൻ. അല്ലാണ്ട് ഇലക്ട്രിക് പോസ്റ്റ് ഇല്ലാത്ത ഭാഗങ്ങളാണെങ്കിൽ നമുക്ക് പോസ്റ്റ് അടക്കമുള്ള തെരുവിളക്ക്
സോളാർ രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും. പ്രതിരോധത്തിന് വനംവകുപ്പ് ജീവനക്കാർക്ക് ആധുനിക ഉപകരണങ്ങൾ നൽകണമെന്ന ആവശ്യവും നാട്ടുകാർ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ട ഇവിടുത്തെ പ്രദേശത്ത് വെളിച്ചമില്ലാത്ത പ്രദേശത്ത് വെളിച്ചം സ്ഥാപിക്കുന്നതും സോളാർ ലൈറ്റുകൾ അടക്കം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പരാതി. ആ പരാതിക്ക് അടിയന്തരമായി പരിഹാരമുണ്ടാക്കി തരാമെന്ന് ഇന്ന് DFO ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ റോഡിന്റെ സൈഡിലുള്ള കാടുകൾ മുഴുവൻ വെട്ടി വെളിച്ചമാക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ അതും അടിയന്തരമായി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതിരോധ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KV ബിജു, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ശ്രീജിത്ത്, വാർഡ് മെമ്പർ സുനീറ, ഷിഹാബ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മലനാട് ന്യൂസ്, മേപ്പാടി. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. Bobby Chamanur International Jewelers. Something never seen before. നിങ്ങളും അത് തന്നെയല്ല ആഗ്രഹിക്കുക. സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്. നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry. പല വേഗത്തിൽ അടിപൊളി തുടിമേളത്തിൽ ഒന്നാഘോഷിക്കാൻ പോകുന്നു. ഉല്ലാസം വാനോളം. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. വാർത്തകളിലേക്ക്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം മുടങ്ങിയ ആനുകൂല്യങ്ങൾ കിട്ടിത്തുടങ്ങി. ജീവനോപാധിയായി പ്രഖ്യാപിച്ച 1 മാസത്തെ തുകയാണ് ദുരന്തബാധിതരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയത്. എന്നാൽ വാടക തുക ലഭിച്ചിട്ടില്ല. മുടങ്ങിയതിനെതിരെ ജനശബ്ദം ജനകീയ സമിതി സമരം പ്രഖ്യാപിച്ചിരുന്നു. കുടിശ്ശികയായി ബാക്കി തുക എപ്പോൾ ലഭിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സമരം പ്രഖ്യാപിച്ചിരുന്നു. നാളെയായിരുന്നു സമരം നിശ്ചയിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ദുരന്തബാധിതരുടെ അക്കൗണ്ടുകളിലേക്ക് ഇന്ന് 1 മാസത്തെ ജീവനോപാധി തുക എത്തിയത്. വാടക തുകയും ജീവനോപാധിയിൽ കുടിശ്ശികയായ തുകയും എപ്പോൾ കിട്ടുമെന്ന് വ്യക്തമല്ല. വാടകയടക്കാൻ കഴിയാതെ പലരും പ്രയാസത്തിലാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലും വിഷയം ചർച്ച ചെയ്തിരുന്നു. സ്കൂൾ തുറക്കുന്ന സമയമായതിനാൽ തന്നെ കുടിശ്ശികയായ തുക മുഴുവനായും ലഭ്യമാക്കാൻ നടപടി വേണമെന്നാണ് ദുരന്തബാധിതർ ആവശ്യപ്പെടുന്നത്. തുക ലഭിച്ചു തുടങ്ങിയ സാഹചര്യത്തിൽ നാളെ പ്രഖ്യാപിച്ച സമരത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. പാഠപുസ്തകങ്ങളുടെ വിതരണം വേഗത്തിലാക്കി സ്കൂളുകൾ. സുൽത്താൻ ബത്തേരി സർവജന സ്കൂളിലെ ജില്ലാ ടെക്സ്റ്റ് ബുക്ക് ഡിപ്പോയിൽ നിന്നും സൊസൈറ്റികൾ മുഖാന്തരം സ്കൂളുകളിൽ എത്തിച്ചാണ് പാഠപുസ്തക വിതരണം പുരോഗമിക്കുന്നത്. പുസ്തകങ്ങളുടെ 1ാം ഭാഗമാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. 12 ലക്ഷം പുസ്തകങ്ങളാണ് 1 മുതൽ 10 വരെ ക്ലാസുകളിലേക്ക് ജില്ലയിൽ ആവശ്യമായി വേണ്ടത്. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപേ പാഠപുസ്തകങ്ങളുടെ വിതരണം വേഗത്തിലാക്കി ജില്ലയിലെ സ്കൂളുകൾ. കഴിഞ്ഞ മാസം 28 മുതലാണ് ജില്ലയിൽ സ്കൂളുകളിൽ നിന്നുള്ള പാഠപുസ്തക വിതരണത്തിന് തുടക്കമായത്. എങ്കിലും ഈ മാസം ഫലം പ്രഖ്യാപിച്ചതിനു ശേഷമാണ് എല്ലാ സ്കൂളുകളിലും എത്തിയ പുസ്തകങ്ങൾ വിതരണം തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം മുതൽ സുൽത്താൻ ബത്തേരി സർവജന സ്കൂളിൽ നിന്നുള്ള പാഠപുസ്തക വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. പുസ്തക വിതരണം ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ ഒരു ക്ലസ്റ്റർ സ്കൂൾ ആയതുകൊണ്ട് സമീപ പ്രദേശത്തുള്ള സ്കൂളുകളിലേക്കുള്ള പുസ്തക വിതരണം ഓൾറെഡി നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കുള്ള പുസ്തക വിതരണം 10ാം ക്ലാസ്സിൻ്റെതാണ് ഇന്ന് തുടങ്ങിയത്. ഇനി തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും കുട്ടികളെ വിളിച്ചിട്ട് കൃത്യമായി അത് വിതരണം ചെയ്യുന്നതായിരിക്കും. ഇവിടെ തന്നെയുള്ള ജില്ലാ ടെക്സ്റ്റ് ബുക്ക് ഡിപ്പോയിൽ നിന്ന് ജില്ലയിലെ സ്കൂൾ സൊസൈറ്റികൾക്കാണ് പുസ്തകങ്ങൾ നൽകുന്നത്.
ജില്ലയിലേക്ക് ആവശ്യമായ 12.5 ലക്ഷം പുസ്തകത്തിൽ 80% ജില്ലാ ടെക്സ്റ്റ് ഡിപ്പോയിൽ എത്തിയിട്ടുണ്ട്. ഇതിൽ 75% പുസ്തകവും ഇവിടെ നിന്ന് സ്കൂൾ സൊസൈറ്റികൾ മുഖാന്തരം അതത് സ്കൂളിലേക്ക് നൽകി കഴിഞ്ഞു. ഈ പുസ്തകങ്ങളുടെ വിതരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തീപ്പൊരി പാറിക്കാൻ മീനങ്ങാടിയിലെ സഹോദരങ്ങളും. രാജ്യത്ത് തന്നെ അഭിമാനമാവുകയാണ് മീനങ്ങാടി ചീരാങ്കുന്നിലെ അലക്സ് സജിയും സഹോദരൻ അലൻ സജിയും. ഹൈദരാബാദ് FC-യുടെ നായകനാണ് അലക്സ്. അലൻ ഗോവ FC-ക്കായും ബൂട്ടണിയും. നേർക്ക് നേരെ ഏറ്റുമുട്ടാൻ അടുത്ത ISL സീസണിനായി കാത്തിരിക്കുകയാണ് ഇരുവരും. അടുത്ത ISL സീസൺ മീനങ്ങാടി ചെറുതോട്ടിലെ വീട്ടിൽ സഹോദരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാകുമോ? കാത്തിരുന്നു തന്നെ കാണാം. ഫുട്ബോൾ പാരമ്പര്യം അത്രയൊന്നും പറയാനില്ലാത്ത കുടുംബമാണ് ഇവരുടേത്. സ്കൂൾ പഠനകാലത്ത് സ്പോർട്സ് താരമായിരുന്ന അച്ഛൻ സജി ചാക്കോയാണ് ഇരുവരുടെയും പ്രചോദനം. മീനങ്ങാടി ഫുട്ബോൾ അക്കാദമിയിലെ കോച്ച് ബിനോയിയുടെയും മാനേജർ ഫൗജുവിൻ്റെയും കീഴിലാണ് ഇവരുടെ പ്രാഥമിക പരിശീലനം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പുതിയ ചരിത്രം കുറിക്കാനൊരുങ്ങുകയാണ് ഈ സഹോദരങ്ങൾ. ഗോകുലത്തിനു വേണ്ടി ആദ്യം ബൂട്ടണിഞ്ഞ അലക്സ് സജിക്ക് ഡ്യൂറന്റ് കപ്പിലും ഐ ലീഗിലും ഒന്നിലധികം തവണ നേട്ടമെത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. കുടുംബത്തോടൊപ്പം നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും എല്ലാം സപ്പോർട്ടാണ് തന്റെ നേട്ടത്തിന് പിന്നിലെന്ന് അലക്സ് പറയുന്നു. തുടക്കം മുതൽ ഇവിടം വരെ എനിക്ക് കുറെ എന്താ പറയുക, നാട്ടുകാരുടെ സപ്പോർട്ടായാലും കോച്ചസിന്റെ സപ്പോർട്ടായാലും ഫാമിലി സപ്പോർട്ടുണ്ട്. ഞാനും ഇപ്പം ബ്രദർ ആയാലും എല്ലാവർക്കും ഒരു പ്ലെയർ എന്ന നിലയ്ക്ക് പ്രൊഫഷണൽ നിലയിൽ ഇതുവരെ എത്താൻ സഹായിച്ചതും ഈ പറഞ്ഞ ഘടകങ്ങളാണ്. അപ്പോൾ സപ്പോർട്ട് എന്താണെന്നാലും ഉണ്ട് അവിടെ. പരിക്ക് മൂലം കഴിഞ്ഞ ISL സീസണിൽ ബൂട്ടണിയാൻ കഴിഞ്ഞില്ലെങ്കിലും ഗോവയ്ക്കായി താൻ ആദ്യമായി കളത്തിലിറങ്ങിയ സൂപ്പർ കപ്പിൽ റണ്ണറപ്പായ സന്തോഷത്തിലാണ് 19-കാരനായ അലൻ. പിന്നെ ഇപ്പോൾ നിങ്ങളെ ഫുട്ബോൾ ലഹരിയാക്കി എടുക്കുക. ഇപ്പോഴത്തെ ഇതിൽ കഞ്ചാവും അതും ഇതിനൊക്കെ പുറകിൽ പോകും നല്ലത്. ഒരു സ്പോർട്സിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ 10-25 വയസ്സാകുമ്പോഴേക്കും ലൈഫിൽ ഫാമിലിയായിട്ട് ജീവിക്കാനും നല്ലൊരു കരിയർ ഉണ്ടാവും. ചെറുപ്രായത്തിൽ പഠനത്തിൽ ശ്രദ്ധിക്കാതെ ഫുട്ബോളിന് പിന്നാലെ പോകുന്ന മക്കളെ പലപ്പോഴും കണക്കിന് ശകാരിച്ചിരുന്നതായി അമ്മ സന്ധ്യയും പറയുന്നു. ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു 6ാം ക്ലാസ്സിലാണ് ഫസ്റ്റിലെ ഇങ്ങനെ കളിക്കാൻ പോകുന്നത്. പിന്നെ രാവിലെ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഞങ്ങൾ കച്ചറ ഉണ്ടാക്കുമായിരുന്നു. പഠിത്തം പോകുന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവനിങ്ങനെ ഫുട്ബോളിലൊരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയത്. ഫുട്ബോൾ എന്നാൽ മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ മാത്രമല്ല നമ്മുടെ സ്വന്തം വയനാടും ഇനി ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്ന് ഉറപ്പിക്കുകയാണ് ഈ സഹോദരങ്ങൾ. അടുത്ത സീസണിൽ ഹൈദരാബാദ് FC എന്ന മുൻനിര ടീമിനെ നയിക്കുന്നതിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതോടൊപ്പം മംഗല്യ സ്വപ്നത്തിനും നിറം പകരാനുള്ള തയ്യാറെടുപ്പിലാണ് അലക്സ് സജി എന്ന 25-കാരൻ. നാസർ കാക്കവയൽ, മലനാട് ന്യൂസ്, മീനങ്ങാടി. മറ്റൊരു ഇടവേള കൂടി. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ ഒരു പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. ബാല്യകാല സ്മരണകൾ പുതുക്കി കുടുംബശ്രീ ഓക്സിലറി കലോത്സവം. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ മീനങ്ങാടി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ കലോത്സവത്തിൽ മാറ്റുരച്ചത് ജില്ലയിലെ 3 ക്ലസ്റ്ററുകളിൽ നിന്നും ജേതാക്കളായി എത്തിയവർ. അരങ്ങ് 2025 വേദിയിൽ തിളങ്ങി 100 കണക്കിന് വീട്ടമ്മമാരടക്കമുള്ളവർ. അരങ്ങ് തകർത്ത് വീട്ടമ്മമാർ വേദിയിൽ തിളങ്ങിയപ്പോൾ കലോത്സവം അക്ഷരാർത്ഥത്തിൽ അവിസ്മരണീയമായി.
സ്കൂൾ കാലത്ത് വേദി നിറഞ്ഞാടിയവർ വീണ്ടും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അവസരം ലഭിച്ചപ്പോൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു വേദിയിൽ. ലഹരിക്കെതിരെയുള്ള പോരാട്ടം വീട്ടിൽ നിന്ന് തുടങ്ങണമെന്ന ആഹ്വാനവുമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരിക്കാർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. വിൽപ്പന നടത്തുന്നവരുണ്ടോ അവരെ കണ്ടെത്തുന്നത് എങ്ങനെ, നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുമെന്ന് തീരുമാനിക്കുന്ന ഒരു ADS മീറ്റിംഗായി നമുക്ക് ആ മീറ്റിംഗ് മാറ്റി നിർത്തണം. നമ്മുടെ സ്വന്തം വീടുകളിലും നമ്മളൊരു പരിശോധന എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ശ്രദ്ധയുണ്ടാവാൻ നമ്മൾ നമ്മളുടെ കുടുംബശ്രീയിലെ എല്ലാ അംഗങ്ങളെയും ബോധ്യപ്പെടുത്തി അവരെ കൂടെ ഇതിനകത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകണം. അത് പോകേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾക്കും എനിക്കും ഒക്കെ അറിയാം. എല്ലാ ദിവസവും വയനാട്ടിൽ ലഹരി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അത് ആദ്യം ആൺകുട്ടികൾ മാത്രമായിരുന്നു, ഇപ്പോൾ പെൺകുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, പ്രായമില്ലാത്തവരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, വലിയ കുട്ടികളുണ്ട്, നമുക്ക് പരിചയമുള്ള ആളുകളുണ്ട്. ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത എന്നാൽ ഒരിക്കലും മറക്കാനാവാത്ത ദുരന്ത ദിനങ്ങൾ പുനരാവിഷ്കരിച്ചും ലഹരിക്കെതിരെയും വീട്ടമ്മമാരുടെ പ്രച്ഛന്നവേഷ മത്സരവും കലോത്സവത്തിലെ വേറിട്ട കാഴ്ചകളായി. സമയം പുലർച്ചെ 1 മണി. ചൂരന്മലയുടെ താഴ്വാരം. വെള്ളാർമല സ്കൂളിന് സമീപത്തൊക്കെയുള്ള ദൃശ്യങ്ങളാണ്. മുണ്ടക്കയിൽ നിന്ന് നമുക്ക് വിവരമോ ദൃശ്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല. രാത്രിയിൽ ഉറങ്ങിക്കിടന്ന മനുഷ്യരെ പൂർണ്ണമായും ഒഴുക്കിക്കൊണ്ടുപോകുന്ന ഒരു പ്രകൃതി ദുരന്തം. മലനാട് ന്യൂസ്, മീനങ്ങാടി. സ്കൂൾ പ്രവേശനം വേണോ എങ്കിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കണം. തീർന്നില്ല. പ്രവേശനം നേടുന്ന വിദ്യാർത്ഥിയും രക്ഷിതാവും പ്രതിജ്ഞ കോപ്പിയിൽ ഒപ്പിട്ട് നൽകുകയും വേണം. സുൽത്താൻ ബത്തേരി അസംഷൻ ഹൈസ്കൂളിലാണ് ഈ വർഷം മുതൽ ലഹരിക്കെതിരെയുള്ള വേറിട്ട രീതിയിൽ പോരാട്ടം ആരംഭിച്ചിരിക്കുന്നത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം നാടും നാട്ടാരും ഏറ്റെടുത്തിരിക്കെയാണ് ലഹരിക്കെതിരെ വേറിട്ട പോരാട്ടവുമായി സുൽത്താൻ ബത്തേരി അസംഷൻ സ്കൂളും രംഗത്തുള്ളത്. ഇവിടെ ഹൈസ്കൂളിൽ പ്രവേശനം നേടുന്ന കുട്ടികൾ പ്രധാന അധ്യാപകന്റെയും രക്ഷിതാവിന്റെയും മുന്നിൽ വെച്ച ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഉറക്കെ വായിക്കണം. പ്രതിജ്ഞ വായിക്കുന്നതിന് പുറമെ ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ എഴുതിയ ചെറുകുറിപ്പ് പ്രവേശനം നേടാൻ വരുന്നവർക്ക് സ്കൂളിൽ നിന്ന് നൽകും. ഇത് പ്രധാന അധ്യാപകന് മുന്നിൽ നിന്ന് വായിച്ച രക്ഷിതാവും വിദ്യാർത്ഥിയും ഇതിൽ ഒപ്പിടുകയും വേണം. ഈ വർഷം ഇവിടെ അസംഷൻ സ്കൂൾ ഹൈസ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന മുഴുവൻ കുട്ടികളും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കണമെന്നും അവരുടെ മാതാപിതാക്കളടക്കം അതിൽ പേരെഴുതി ഒപ്പിടണമെന്നൊരു തീരുമാനം നമ്മുടെ PTA കമ്മിറ്റി അടക്കമുള്ള സ്റ്റാഫ് കൗൺസിൽ അടക്കം തീരുമാനിച്ചതാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. വർദ്ധിച്ചു വരുന്ന ഇതിൻ്റെ ഉപയോഗത്തിനെതിരെ എല്ലാവരെയും ബോധവൽക്കരിക്കുകയും കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ തന്നെ അതിനെപ്പറ്റി ഒരു ജ്ഞാനം കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് അസംഷൻ്റെ ഒരു പ്രത്യേക പദ്ധതിയായിട്ട് തന്നെ നമ്മൾ അത് സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് അത് സിറ്റിയിലുള്ളൊരു സ്കൂളായതുകൊണ്ടും വിവിധ ഏരിയകളിൽ നിന്ന് ഒരുപാട് വിദൂരങ്ങൾ നടക്കുന്ന കുട്ടികൾ യാത്ര ചെയ്ത് ഇവിടേക്ക് വരുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്. ഇത് പിന്നീട് സ്കൂൾ ഓഫീസിൽ വിദ്യാർത്ഥിയുടെ രേഖകൾക്കൊപ്പം സൂക്ഷിക്കും. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തി ഇവിടെ പ്രവേശനം നേടുന്ന കുട്ടികൾക്ക് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം തുടക്കത്തിലേ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് അസംഷൻ സ്കൂൾ PTA ഇത്തരമൊരു തീരുമാനമെടുത്തത്. സ്കൂളിലെ ലഹരി വിരുദ്ധ ക്ലബ് കോർഡിനേറ്റർ സജി ആന്റണി, സ്റ്റാഫ് സെക്രട്ടറി MS ഷാജു, സിസ്റ്റർ ഹെലൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 405, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 245, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 665, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 660, നേന്ത്രക്കായ് കിലോയ്ക്ക് 35, ഇഞ്ചി ചാക്കിന് 1100, ചേന ചാക്കിന് 3000, റബ്ബർ കിലോയ്ക്ക് 180, സ്വർണ്ണ പവന് 70,440, വെള്ളി ഗ്രാമിന് 108 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. മാനന്തവാടി പിലാക്കാവിൽ നിന്നും വയോധികയെ കാണാതായ സംഭവം. തിരച്ചിൽ ഊർജിതമാക്കി പോലീസും വനം വകുപ്പും. സമീപത്തെ വനത്തിൽ സ്ഥാപിച്ച 2 ക്യാമറകളിലും കാണാതായ ലീലയുടെ ചിത്രങ്ങൾ. ലീലയ്ക്കായി തിരച്ചിൽ നടത്തുന്നത് ഡ്രോൺ ക്യാമറ ഉൾപ്പെടെ ഉപയോഗിച്ച്.
ജില്ലയിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. വയനാട്ടിൽ ഇന്ന് യെല്ലോ അലേർട്ട്. വരുന്ന ഏതാനും ദിവസങ്ങൾ കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ബത്തേരി നഗരത്തിൽ പുലിയിറങ്ങിയ സംഭവം. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് വനം വകുപ്പ്. ക്യാമറകൾ സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം കോഴികളെ പിടികൂടിയ കോട്ടക്കുന്നിൽ. പുലി കഴിഞ്ഞ ദിവസം രാത്രിയിലും പ്രദേശത്തെത്തിയിരുന്നതായും കൂട് വെച്ച് പിടികൂടണമെന്നും നാട്ടുകാർ. വള്ളുവാടിയിൽ മുട്ടിക്കൊമ്പൻ വീണ്ടും കൃഷി നശിപ്പിച്ചു. മേപ്പാടിയിലെയും പരിസരങ്ങളിലെയും കാട്ടാന ശല്യം. കാട്ടാനകളെ തുരത്താൻ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജീവനക്കാരെ നിയോഗിച്ച് സ്പെഷ്യൽ ഡ്രൈവ് നടത്താൻ തീരുമാനം. വൈദ്യുതി ഫെൻസിംഗ്, തെരുവ് വിളക്കുകൾ എന്നിവ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കും. തീരുമാനം നോർത്ത് വയനാട് DFOയുമായി നടത്തിയ ചർച്ചയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് വേവ്സിൽ ശ്രീജിത്ത് ചേരും. നമസ്കാരം.